വയനാട് ദുരിതബാധിത മേഖലകളിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മന്ത്രിമാർ. ഉരുൾപൊട്ടലുണ്ടായ അന്നു മുതൽ രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലുമടക്കം മന്ത്രിമാർ നേരിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരായ കെ രാജൻ, OR കേളു, AK ശശീന്ദ്രൻ എന്നിവരാണ് പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ എത്തിയത്. ഇരുളെടുത്ത ദുരന്തഭൂമിയെ നെഞ്ചോട് ചേർത്താണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടായ നിമിഷം മുതൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഉപസമിതിയിലെ 4 മന്ത്രിമാർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സംസ്കാര ചടങ്ങുകളിലും മന്ത്രിമാർ നേരിട്ടെത്തിയാണ് ഏകോപിപ്പിച്ചത്. മന്ത്രിമാരായ കെ രാജൻ, OR കേളു, AK ശശീന്ദ്രൻ എന്നിവർ ദുരന്ത മേഖലയിലെ പ്രവർത്തന പുരോഗതി വിലയിരുത്തി. ക്യാബിനറ്റ് യോഗം ഇവിടുത്തെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വളരെ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി എല്ലാവരോടും ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ ധനസഹായം 4 ലക്ഷം എന്നുള്ള STRF-ൽ 2 ലക്ഷം കൂടി മുഖ്യമന്ത്രിയുടെ പ്രത്യേക ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉൾപ്പെടുത്തി 6 ലക്ഷമായത്. ദുരിതബാധിതരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദുരന്തബാധിത മേഖലാ പ്രദേശങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചാണ് ഓരോ കാര്യങ്ങളുടെയും പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ കൃത്യമായ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി 3 ഉപസമിതി മന്ത്രിമാരും ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകൾ സന്ദർശിച്ചു. ക്യാമറമാൻ മഹേഷ് പാൽക്കാരനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.